എണ്ണപ്പാടങ്ങൾ കത്തുന്നു, കാത്തിരിക്കുന്നത് ദുരിതകാലം. പശ്ചിമേഷ്യൻ സംഘർഷം എണ്ണപ്പാടങ്ങളിൽ അഗ്നി വിതറുമ്പോൾ ആഗോള ഇന്ധന മേഖലയിൽ വറുതിയുടെ നാളുകളാവും കാത്തിരിക്കുന്നത്. ഇറാനിലെ പ്രകൃതിവാതക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ മേഖലയാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ഇത് ഏറെ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടയാക്കിയത്. ഖത്തറിലെ ദ്രവീകൃത പ്രകൃതിവാതക കേന്ദ്രങ്ങളും കുവൈത്ത് എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ട് ഇറാൻ അടിച്ചുകഴിഞ്ഞു. UAE തീരത്തെ എണ്ണക്കപ്പലിന് നേരെയും ഇറാൻ മിസൈൽ പായിച്ചു. സൗത്ത് പാർസിൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടത്താണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതോടെ ഇറാൻ ഗൾഫ് മേഖലയിൽ തീ വർഷിക്കുകയായിരുന്നു. ഇറാൻ ആക്രമണത്തിൽ ഖത്തറിലെ NLG കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായെങ്കിലും നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. നാശനഷ്ടം ഖത്തറിന്റെ എണ്ണ വിപണിയെ സാരമായി ബാധിക്കും. പ്രതിദിനം 7,30,000 ബാരൽ പെട്രോളിയം ഉൽപാദനശേഷിയുള്ള കുവൈത്തിലെ മിന അൽ അഹമ്മദി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നാണ്. അബുദാബിയിലെ ഹഷ്ബാൻ ഗ്യാസ് പ്ലാന്റ്, ബാഫേൽഡ് എന്നിവയും പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. എണ്ണപ്പാടങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വ്യാഴാഴ്ച രാവിലെ $110 മുകളിലെത്തി. യുദ്ധം തുടങ്ങുമ്പോൾ 50% അധികമാണ് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം.